എത്ര സമയമായി കാത്തുനിന്ന് ഒരു വൈക്ക് പോവാണ് അവനോട് എപ്പം നേരത്തെ എത്താൻ പറഞ്ഞാലും അവർ മനസ്സിലാക്കി ഇനി ഒന്ന് വിളിച്ചു നോക്കുവാനാ ഇവിടെ എത്താൻ നോക്കും അല്ലേ നമുക്ക് നടക്കാം. കിട്ടുന്നില്ല നീ വാ നമുക്ക് നടക്കാവനേ അങ്ങോട്ട് വന്നോട്ടെ വാ. ഓരോരുത്തർ വെറുതെ മനുഷ്യനെ ഇത്രയും നേരം കാത്ത് നമുക്ക് പേര് മുകളിൽ എത്താൻ സമയം. രവനാ ഇടത്ത് ഇവിടെ എത്താനായിക്കോ? നോക്കട്ടെ വന്നിട്ട് പോയതാ വരുന്നു. എത്ര നേരാണ് എന്നെ കാത്തുക്കുന്ന ഒരു വൈക്ക് പോവാണെങ്കിൽ വേഗം പോണ്ടേ. ഞാൻ പറഞ്ഞു ആര് എന്റെ മോനോ? എന്റെ മോന് വണ്ടി ഓട്ടു. ഓൻ എന്നാ പഠിക്കണ്ട്? ഓൻ 8ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? ഓൻ 5 തൊട്ട് ഓടിക്കുന്നത് വണ്ടി. അതെ ഈ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾക്കൊന്നേ വണ്ടി ഓട്ടാൻ കൊടുക്കരുത്. 18 വയസ്സായിട്ട് ലൈസൻസ് എടുത്തിട്ടല്ലാതെ നമ്മൾ ഒരിക്കലും കുട്ടിക്ക് വണ്ടി കൈവിട്ട് കൊടുക്കുകയും ഓടിക്കാനൊന്നും കൊടുക്കരുത്. അതൊക്കെ നിയമവിരുദ്ധമാണ്. അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പ്രശ്നമല്ല. എന്റെ മോന് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓനിപ്പോ വണ്ടി ഓട്ടലുണ്ടല്ലോ. നിങ്ങളെ ഈ പിന്തിരിപ്പൻ ചിന്താഗതിയില്ലേ അതൊക്കെ ഒഴിവാക്കണം. മക്കൾക്ക് വണ്ടി ഓടിക്കാനും കൊടുത്തില്ലേ മക്കൾ പൊട്ടന്മാരായി പോകും. ആയിക്കോട്ടെ ഞാനിപ്പം പിന്തിരിപ്പനായി എന്തെങ്കിലും വരുമ്പേ നിങ്ങൾക്കൊന്നും അറിയാനാവും. പ്രാവശ്യേ കായ് പറ്റ കുറവാ. വില ഉണ്ടല്ലോ. ആ വില ഉണ്ട്. അതുകൊണ്ട് സാധനം കിട്ടാനില്ല. ഓണറിയുന്നു. ഓ ഞാൻ കൊടുക്കാം ഇവിടെ ഉണ്ട്. എനിക്കാ എന്റെ ഫോണ് വീട്ടിലെടുത്തു. ഹലോ ആണോ? ആയിക്കോട്ടെ നമുക്ക് കാണാം. ഞാൻ അങ്ങോട്ട് വരാം. കാത്തൊക്കെ ഞാൻ ഗേറ്റിനെത്തുണ്ട്. ഇങ്ങോട്ട് വരാൻ മുമ്പ് വിളിച്ചു നോക്കാണ് കേട്ടോ. ആടന്നോ ആയിക്കോട്ടെ. എന്താടാ എന്താ കാര്യം? ചെറിയ വണ്ടി ആയിട്ട് പോയതാണ്. പോലീസ് പിടിച്ച് ഇപ്പൊ സ്റ്റേഷനിലുള്ളത്. ആരെങ്കിലും ഒന്ന് വിളിച്ച് റെഡിയാക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനൊന്ന് പറഞ്ഞപ്പേ എന്നെ സപ്പോർട്ട് ചെയ്താ കുത്തിരിക്കുന്ന ഓനോട് തന്നെ പറയും. അതെ എനിക്കൊരു കാര്യം കേൾക്കണോ? ഇതുപോലുള്ള നിയമവിരുദ്ധമായ കേസുകളിൽ ഞമ്മക്കാരെയും വിളിക്കാൻ പറ്റൂല. ആരുമായിട്ട് വരികയില്ല. കാരണം അതിന് നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ചിട്ട് ഓലത് പോയി ഇറക്കിയും കാര്യം ചെയ്യുമ്പോണ്ടല്ലോ ഓലതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളാവും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോനൊരു കാര്യം ചെയ്യും. മര്യാദയ്ക്ക് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഇനി എന്താ പറഞ്ഞത്? ഞാൻ പിന്തിരിപ്പനാണ്, പിന്നെ നല്ല ചിന്താഗതി ഇല്ലാത്തവനാണ് എന്നൊക്കെ അല്ലെങ്കിൽ പറഞ്ഞത്. ഇതിന് നിയമപരമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് പിഴ എത്ര വെച്ചാൽ പിഴ അടിക്കുക. വേറെ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് ചെറിയോ നിർത്തി കൊണ്ടുവരാൻ മതി. അല്ലാണ്ടേ ഇങ്ങനത്തെ ഒരു കേസും നമ്മൾ കിട്ടില്ല. വണ്ടിയുടെ പോവാം.